ഈ ക്ഷീരമുള്ളൊരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞതുപോലെയാണ്. നമ്മളാരെങ്കിലും ഇവിടെ വോട്ടിൻ്റെ കാര്യം പറഞ്ഞോ? നമ്മളാരെങ്കിലും ഇവിടെ രാഷ്ട്രീയത്തിൻ്റെ മറ്റെന്തെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. നമ്മൾ പറയുന്നത് എന്താണ്? ഈ ഒരു കമ്മ്യൂണിസ്റ്റ് ധാർഷ്ട്യം കുറച്ച് നാളങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ആറ്റുകാൽ പൊങ്കാല കുളമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് എന്താണ്? അത് BJP സഹായിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, ഇനിയിപ്പോൾ ശബരിമല ഈ പറയുന്ന ഈ മണ്ഡലകാലം മുഴുവൻ അലങ്കോലമാക്കാൻ ശ്രമിച്ചത് എന്താണ്? BJPക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇദ്ദേഹം എന്തൊക്കെയാണ് പറയുന്നത് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ പരാജയ ഭീതി തലയ്ക്ക് മുകളിൽ കയറി നിന്നിട്ട് അദ്ദേഹം ഇപ്പോൾ പിച്ചും പെയ്യും പറയുന്ന സാഹചര്യത്തിലാണ് K മുരളീധരൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വിഷയം രാഷ്ട്രീയമല്ല, ഇവിടെ വിഷയം സാംസ്കാരികമാണ്. വിഷയം. കാരണം ഹിന്ദുവിൻ്റെ ക്ഷേത്രങ്ങളിൽ നേരെ, ഹിന്ദുവിൻ്റെ ഉത്സവങ്ങൾക്ക് നേരെ മാത്രം ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് സംഘടിതമായിട്ടാണ്, ആസൂത്രിതമായിട്ടാണ്. അത് കമ്മ്യൂണിസത്തിൻ്റെ നിലനിൽപ്പിനെ ഇത്തരത്തിലുള്ള ആചാരങ്ങളും സാംസ്കാരികപരമായ ആഘോഷങ്ങളും ബാധിക്കുന്നു, അല്ലെങ്കിൽ ഭാവിയിൽ ബാധിക്കും എന്നുള്ള ഭയം അവർക്കുള്ളതുകൊണ്ട് ഇതിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ശ്രമം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ എല്ലായിടത്തും തന്നെ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂരിലുണ്ടാകുന്നതാണ്. K മുരളീധരൻ്റെ വിഷയം രാഷ്ട്രീയമായിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയം രാഷ്ട്രീയമല്ല, തൃശ്ശൂർ പൂരത്തിൻ്റെ നടത്തിപ്പാണ്. നമ്മൾ ആരും തന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ പേരിൽ പോയിട്ട് വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് പോകുന്നൊന്നുമില്ല. K മുരളീധരൻ്റെ ഭയം മറ്റെന്തൊക്കെയാണ്. അദ്ദേഹം തോൽവി ഉറപ്പിച്ചു കഴിഞ്ഞതിൻ്റെ പ്രശ്നമാണ് അദ്ദേഹത്തിനുണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഭയം സ്വാഭാവികമായിട്ട് സംഭവിക്കുകയും ചെയ്യും. അത് മറ്റൊരു വിഷയം. പക്ഷേ ഇവിടുത്തെ വിഷയം രാഷ്ട്രീയമല്ല, ഇവിടുത്തെ വിഷയം സാംസ്കാരികമാണ്. ഇവിടുത്തെ വിഷയം ഹൈന്ദവപരമായിട്ടുള്ളൊരു വിഷയമാണ്. ഈ പൂരത്തിനെ ഇത്രയധികം അലമ്പാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അലങ്കോലമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നതിനകത്ത് കൃത്യമായ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുണ്ട്. ആ ഇടപെടൽ എന്താണെന്ന് തിരിച്ചറിയുകയും അതിനെതിരായിട്ട് നടപടി സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നിലവിൽ മറ്റൊരു മണ്ഡലത്തിലായിരിക്കും MP ആയിരുന്നാലും ശരി, ആ MP എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ പ്രതിപക്ഷ നിരയിലെ ഒരു നേതാവ് എന്നുള്ള നിലയിൽ K മുരളീധരൻ ചെയ്യേണ്ടത്. അതിന് പകരം അദ്ദേഹം ഇതിനകത്ത് BJPക്ക് വോട്ട് ചെയ്തിട്ട് BJP